الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും നാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചും ഭയപ്പെട്ടും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണം, ശ്രദ്ധിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള സംസാരത്തിലാണ് നാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിയുടെ സാക്ഷിയായിരുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സംസാരിച്ചത്. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം ആ രൂപത്തിലുള്ള വിഷയങ്ങൾ അവസാനിപ്പിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് മാതൃകയാണ്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ജീവിതത്തിൻ്റെ ഏതു മേഖലയിലാണ് നമ്മളുള്ളതെങ്കിലും ആ മേഖലയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും മാതൃകയായിട്ട് നമ്മൾ പകർത്തേണ്ടുന്ന, സ്വീകരിക്കേണ്ടുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ച് കടന്നുപോയി, അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തെ സംബന്ധിച്ച്, ഭൗതിക ജീവിതത്തെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്, പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താണെന്ന്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഹിദായിട്ടാണ് ജീവിച്ചത്. സാഹിദ് എന്ന് പറഞ്ഞാൽ ഭൗതിക പരിത്യാഗി എന്നാണ്. സുഹദ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് സാഹിദ് ഉണ്ടാവുന്നത്. സുഹദ് എന്ന് പറഞ്ഞാൽ ഇഹലോക ജീവിതത്തെക്കാളും പരലോക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നാണ്. സാഹിദ് എന്ന് പറഞ്ഞാൽ ഇഹലോക ജീവിതത്തെക്കാളും പരലോക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു സാഹിദായിട്ടാണ് ജീവിച്ചത്. സുഹദിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സുഹദ് ഫി ദുനിയ യുഹിബ്ബുക്കല്ലാഹ്. ദുനിയാവിൽ നിന്നെ അള്ളാഹു തആല സ്നേഹിക്കുവാൻ ദുനിയാവിനെ നീ ത്യജിക്കുക. ഈ പറഞ്ഞതുപോലെ, അഥവാ ദുനിയാവിനെ പരിത്യജിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സ്നേഹിക്കും.
വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുക്കന്നാസ്. മനുഷ്യരുടെ അടുത്തുള്ളത്, ആളുകളുടെ അടുത്തുള്ളത് നീ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ കണ്ണ് വെച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് ആഗ്രഹിച്ച് നടക്കാതെ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഔദാര്യം തേടാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നീ ജീവിക്കുക. അപ്പോൾ ആളുകളും നിന്നെ ഇഷ്ടപ്പെടും. ആളുകൾ മനുഷ്യരെ ഇഷ്ടപ്പെടാതിരിക്കാനും വെറുക്കാനൊക്കെ ഉള്ള കാരണം എന്ന് വെച്ചാൽ ആളുകൾ വല്ല ഔദാര്യം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ പറയില്ല, വല്ലാതെ ലോകം പറ്റൂല, കടം ചോദിക്കും എന്നൊക്കെ പറയും. അല്ലെങ്കിൽ എല്ലാ ലോകം പറ്റില്ല, സഹായിക്കേണ്ടി വരും. മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കാതിരിക്കുക. ഒരിക്കലും ഒരാളുടെയും ആശ്രയമില്ലാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് മറ്റൊരു വിഷയം, നമുക്ക് വേറെ സമയത്ത് സംസാരിക്കണം. അതാണ് ജനങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് നീ സാഹിദാവുക, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, അത് പ്രതീക്ഷിക്കുകയും അരുത്. ഈ ദുനിയാവിലും സാഹിദായിട്ട് ജീവിക്കുക. അപ്പം അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും, മനുഷ്യരും നിന്നെ ഇഷ്ടപ്പെടുമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. ഒരാളിൽ നിന്നും ഒരു ഔദാര്യം സ്വീകരിക്കില്ല, സദഖ പോലും സ്വീകരിക്കാറില്ല. ഗിഫ്റ്റുകളൊക്കെ സ്വീകരിക്കും, അത് സന്തോഷമാണ്. ഗിഫ്റ്റുകൾ സ്വീകരിക്കും, എന്നാൽ സ്വതക്ക സ്വീകരിക്കില്ല, ധർമ്മം സ്വീകരിക്കില്ല. ഒരാളുടെയും ആർത്ഥത്തിലുള്ള ഔദാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിച്ചില്ല. മാത്രമല്ല ദുനിയാവിൽ വളരെ സാധാരണക്കാരനായിട്ട് ജീവിച്ചു, അങ്ങേയറ്റത്തെ വിനീതനായിട്ട് ജീവിച്ചു, ലളിതമായിട്ട് ജീവിച്ചു. ആ വിനയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഏറെ പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖം, തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖ എന്ന് പറഞ്ഞു. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിച്ചാൽ അത് നിനക്ക് സദക്കയാണ്, ധർമ്മം പോലെയാണ്. പൈസ സദക്കായിട്ട് കൊടുക്കുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. ദാനം കൊടുക്കുന്നത്, സദക്ക കൊടുക്കുന്നത് പുഞ്ചിരിയാണ്. ഒരു പുഞ്ചിരി നിന്റെ കുല്ലു മഅറൂഫിൻ സ്വദഖത്തുൻ വലൗ അൻ തൽഖാ ഖാക ബിവജ്ഹിൻ തൽഖി. എല്ലാ നല്ല കാര്യങ്ങളും ധർമ്മമാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിച്ചാൽ അതും ധർമ്മമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുഞ്ചിരിക്കുക, പുഞ്ചിരി വലിയ ദാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പുഞ്ചിരിയുള്ള മുഖത്തോടുകൂടി ജീവിച്ചിട്ട്, മനുഷ്യർക്കിടയിൽ സാധാരണക്കാരനായിട്ട് ജീവിച്ചിട്ട്, എവിടെയാണ് ഒരു സദസ്സിൽ പോലും തനിക്കൊരു പ്രത്യേക ഇടം വേണ്ടെന്ന് പറഞ്ഞിട്ട്, ആരെ കണ്ടാലും ചെന്ന് കൈപിടിച്ച് സലാം പറഞ്ഞിട്ട് ആ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൈ പിടിച്ച് പിടിച്ച ആള് കൈ പിൻവലിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻവലിക്കൂലെന്ന് പറഞ്ഞു. ആളുകളുടെ മുഖത്ത് നോക്കി മാത്രമേ സംസാരിക്കുള്ളൂ. അങ്ങനെ ഒരു ലളിത ജീവിതം, അങ്ങനെ വിനയാന്വിതനായിട്ട് ജീവിച്ചു എന്ന് മാത്രമല്ല, ലളിതമായിട്ട് ജീവിച്ചു. എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്? പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അശ്അ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസുണ്ട്, ചില ദിവസങ്ങളിലൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടായിട്ടില്ല, ഒന്നും കഴിക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ച ദിവസങ്ങളുണ്ടെന്നാണ്. ഭക്ഷണം കഴിക്കാതെ ജീവിച്ചു. കിടന്നുറങ്ങിയത് ഒരു ഈത്തപ്പനയുടെ ഓലയുടെ പായയിലാണ്. അത് പ്രസിദ്ധമായ സംഭവമാണ്. അങ്ങനെ ഒരിക്കൽ സ്വഹാബിമാർ ശരീരത്തിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ പാടുകൾ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് അവർ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്തുമാത്രം ഇങ്ങനെ കഷ്ടപ്പെടണമെന്നും, അങ്ങേക്ക് ഞങ്ങളൊരു വിരിപ്പ് തരട്ടെയോ എന്ന് ചോദിച്ചപ്പോഴാണ് പ്രസിദ്ധമായ ആ വർത്തമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്നറിയോ? ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാലി വലി ദുനിയ ഇന്നമാ മസലി വമസലു ദുനിയ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ഷജറത്തിൻ സുമ്മ റാഹ വതറകഹ. ഞാൻ ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? അതൊരു യാത്രക്കാരനെ പോലെയാണ്. ഒരു യാത്രക്കാരൻ കടന്നു പോകുന്ന വഴിയിൽ ഒരു മരത്തിന്റെ തണലിൽ ഇത്തിരി സമയം വിശ്രമിച്ചു. ആ മരത്തണലല്ല അയാളുടെ ജീവിത ലക്ഷ്യം. പക്ഷെ അയാൾ കുറച്ച് സമയം അവിടെ വിശ്രമിക്കുന്നു. പക്ഷെ ആ വിശ്രമം കഴിഞ്ഞിട്ട് ആ മരവും തണലും വിട്ടുകൊണ്ട് അയാളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നു. ഞാൻ അതുപോലെ ഒരു യാത്രക്കാരനാണ്, എനിക്ക് ദുനിയാവിൽ അത്രയൊക്കെ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി ഒരു വിരിപ്പിൽ കിടക്കണമെന്ന് പറഞ്ഞ് വിരിപ്പ് ഞങ്ങൾ തരട്ടെയോ എന്ന് ചോദിച്ചവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മറുപടിയാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ അതിനിസാരമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂല് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുള്ളതാ. ഇന്നമാ മസലുൽ ഹയാത്തുദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ, അല്ലേ? ഭൂമിയിൽ നിന്ന് മുളച്ച് ആകാശത്തുനിന്ന് പെയ്യുന്ന മഴയാണ്.
اعلموا انما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الاموال والاولاد كمثل غيث اعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد. ഇങ്ങനെ എത്ര ആയത്ത് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു കളിയും ചിരിയും മാത്രം, കളിയും വിനോദവും തമാശയും മാത്രമാണ്, ഒരു മത്സരമാണ്, ഒരു അഹങ്കാരമാണ്, അല്ലേ? തകാസുറും ബൈനക്കും തഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും മുതലിന്റെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ ഒരു മത്സരവും ഒരു പ്രൗഢിയും ഒരു പെരുമയും ഒക്കെ ദുനിയാവ്. ഇത് ചെറിയ കാലം മാത്രം. ഇത് ഏതുപോലെയാണെന്നോ? കമസലി ഗൈസിൻ, ഒരു മഴ പോലെയാണ്. അഅ്ജബൽ കുഫാറ നബാതുഹു, ആ മഴയിൽ സസ്യങ്ങളൊക്കെ മുളച്ചു പൊന്തും, ചെടികൾ ഉണ്ടാകും, കൃഷികളും വിളകളൊക്കെ ഉണ്ടാകും. കർഷകർ അത് കണ്ട് അത്ഭുതപ്പെടും. പക്ഷേ കുറച്ച് കഴിഞ്ഞാലില്ലേ ആ മഴയൊക്കെ മാറി, ഇതിന്റെ കാലാവസ്ഥ മാറി, ഇത് ഉണങ്ങി കരിഞ്ഞ് മഞ്ഞളിച്ച് ധൂളികളായിട്ട് പറന്നു പോകും. ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാ, ഒരു മഴക്ക് പെയ്ത് ഒരു മഴക്ക് മുളച്ച് അടുത്ത വേനലിൽ കരിഞ്ഞു പോകുന്ന ഒന്നാണ് ജീവിതം. ഇത് വളരെ നിസ്സാരമാണ്, അല്ലേ? നമ്മളെന്നും വെള്ളിയാഴ്ചയിൽ ഓതുമല്ലോ, ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ. ഈ ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ? ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവ് സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ദുനിയാവിനെയാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ. പക്ഷെ പരലോകം ഉണ്ടല്ലോ, അതാണ് എന്നെന്നും നിലനിൽക്കുന്നതും നിത്യമായിട്ടുള്ളതും ഖൈറായിട്ടുള്ളതും അത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഖൈറായത് നമുക്ക് വേണ്ട, നിത്യമായിട്ടുള്ളത് നമുക്ക് വേണ്ട. ക്ഷണികവും നിസ്സാരവുമായിട്ടുള്ള താൽക്കാലികമായ ദുനിയാവിനെ നമ്മൾ തിരഞ്ഞെടുക്കും. അല്ലാഹു തആല ഖുർആനിൽ പറയാം, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ. പരലോകം അതാണ് നിത്യമായിട്ടുള്ളതും ഖൈറായിട്ടുള്ളതും. പക്ഷെ നിങ്ങൾ ഈ ദുനിയാവിന്റെ പുറകെ പോകുന്നു. അപ്പോൾ നമ്മൾ എന്നും പറയുന്നത് ദുനിയാവിൽ ജീവിക്കേണ്ടെന്നല്ല, പക്ഷെ ദുനിയാവിനേക്കാൾ പ്രാധാന്യം പരലോകത്തിന് കൊടുക്കണം. പരലോകം നഷ്ടപ്പെടുന്ന ഒന്നും ദുനിയാവിൽ നമുക്ക് വേണ്ട. പരലോകം നഷ്ടപ്പെടുത്തുന്ന സുഖങ്ങൾ വേണ്ട, പരലോകം നഷ്ടപ്പെടുത്തുന്ന ആസ്വാദനങ്ങൾ നമുക്ക് വേണ്ട, പരലോകം നഷ്ടപ്പെടുത്തുന്ന ജീവിത സൗകര്യങ്ങളും ജീവിതത്തിലെ പ്രവർത്തനങ്ങളും നമുക്ക് വേണ്ട. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ദുനിയാവ് നമുക്കുള്ളത് തന്നെ, നമ്മളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ ദുനിയാവല്ല പ്രധാനം, പരലോകമാണ് പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ചില ഉദാഹരണങ്ങളില്ലേ, ആ ഉദാഹരണങ്ങളൊക്കെ വളരെ മനോഹര. എന്താ പറഞ്ഞറിയോ? ദുനിയാവും ആഖിറവും തമ്മിലുള്ള ഒരു ഉപമ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് ഒരിക്കൽ പറയാം. ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളൊരു കടലിന്റെ അടുത്ത് ചെന്ന് നിൽക്കുക. കടലിന്റെ അടുത്ത് ചെന്ന് നിന്നിട്ടേ കടലിലേക്ക് നിങ്ങൾ വിരല് മുക്കുക. വിരല് വെള്ളത്തിൽ മുക്കിയിട്ട് നിങ്ങൾ ആ വിരലൊന്ന് എടുത്തു നോക്കുക. അപ്പൊ നിങ്ങളുടെ വിരലിൽ വെള്ളമില്ലേ? ആ വിരലിൽ കാണുന്ന വെള്ളം അതാണ് ദുനിയാവ്. എന്നിട്ട് നിങ്ങൾ ആ കടലിലേക്കൊന്ന് നോക്കൂ. ആ പരന്ന് കിടക്കുന്ന പരാവാരയില്ലേ, കടലില്ലേ, അതാണ് പരലോകം എന്ന് പറയുന്നത്. കടലിൽ മുക്കിയെടുത്ത വെള്ളം, വിരലിൽ മുക്കിന്ന് ഒറ്റിപ്പിടിച്ച വെള്ളം, അത് ദുനിയാവാണെങ്കിൽ ആ കിടക്കുന്ന കടലാണ് പരലോകം. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഈ ചെറിയ വെള്ളത്തെയാണ്, ഈ പറ്റിപ്പിടിച്ച വെള്ളം. പരലോകം അവിടെ നീണ്ടു നിവർന്ന് കിടക്കുക. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ദുനിയാവിലെ സുഖ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതും ഇതുപോലെയാണ്. ഒരിക്കൽ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, 2 മനുഷ്യരെ കൊണ്ടുവരും പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല. 2 മനുഷ്യർ, 2 പ്രതീകങ്ങളാണ്, 2 സിംബലുകളാണ്. ഒരാൾ ദുനിയാവിൽ പരമാവധി അടിച്ചു പൊളിച്ച് ജീവിച്ച ആളാണ്. ദുനിയാവിൽ പരമാവധി അടിച്ചു പൊളിച്ച് ജീവിച്ച ആൾ, എല്ലാ സുഖങ്ങളും അങ്ങനെ ഉണ്ടല്ലോ. ദുനിയാവിൽ സ്വർഗം, എന്നും കല്യാണം എന്ന് പറഞ്ഞ പോലെ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് സുഖിച്ച്, ഇനി എന്താ പറയാ, അത്രയ്ക്ക് എനിക്കറിയുള്ളൂ. അങ്ങനെ ജീവിച്ച ഒരാൾ, അയാളെ കൊണ്ടുവന്നിട്ട് അയാളെ നരകത്തിലൊന്ന് ടച്ച് ചെയ്തിട്ടെടുക്കുന്നു. നരകം ഒന്ന് സ്പർശിക്കും അയാളെ. എന്നിട്ട് അയാളോട് ചോദിക്കും അല്ലാഹു തആല, നീ ദുനിയാവിൽ എന്തെങ്കിലും സുഖം അനുഭവിച്ചിരുന്നോ? അയാൾ പറയും, പടച്ചവനെ, ഞാൻ ഒരു സുഖം അനുഭവിച്ചിട്ടില്ല, ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല, ഒക്കെ മറന്നുപോയി. ദുനിയാവിൽ ഒരാ പുരുഷായുസ് മുഴുവൻ ആസ്വദിച്ചും അനുഭവിച്ചും ജീവിച്ച ഒരാൾ നരകമെന്ന് തൊട്ടപ്പോഴേക്കും അയാൾ ദുനിയാവൊക്കെയും ദുനിയാവിന്റെ സുഖങ്ങളൊക്കെയും അയാൾ മറന്നുപോയി. നോക്കൂ നിങ്ങൾ, മറ്റേയാൾ അടുത്തയാളെ കൊണ്ടുവരും. അയാൾ ദുനിയാവിലെ ദുരിതപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച ആളാ. ദുരിതങ്ങളും കഷ്ടപ്പാടുകളേ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. നമ്മൾ പറയാമല്ലോ, ചില മനുഷ്യന്മാർ കഷ്ടപ്പാട് ദുരിതം തീർന്ന നേരല്ല. അങ്ങനെ ദുരിതവും കഷ്ടപ്പാടുകളുമായി ജീവിച്ച മനുഷ്യൻ, അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗമൊന്ന് സ്വർഗത്തിൽ നിന്ന് മുക്കിയെടുക്കുക എന്നാ പ്രയോഗം. സ്വർഗത്തിൽ നിന്ന് മുക്കിയെടുത്ത് സ്വർഗമെന്ന് തൊട്ട് നോക്കിയിട്ട് തൊടിയിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കും, നീ ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? അയാൾ പറയും, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ ഒരു പ്രയാസം അനുഭവിച്ചിട്ടില്ല. ഒക്കെയും അയാൾ മറന്നുപോയി. ദുനിയാവിൽ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും സ്വർഗമെന്ന് സ്പർശിച്ചപ്പോൾ മറന്നുപോയി. ദുനിയാവിലെ എല്ലാ സുഖങ്ങളും ആസ്വാദനങ്ങളും നരകമെന്ന് സ്പർശിച്ചപ്പോൾ മറന്നുപോയി. ഇതാണ് നരകമെങ്കിൽ, ഇതാണ് സ്വർഗമെങ്കിൽ, ഇതാണ് ദുനിയാവിലെ ജീവിതങ്ങളും ആസ്വാദനങ്ങളുമെങ്കിൽ, ഇതാണ് ദുനിയാവിലെ ദുരിതങ്ങളും പ്രയാസങ്ങളുമെങ്കിൽ, പ്രിയമുള്ളവരെ, ദുനിയാവ് ആഖിറത്ത് തമ്മിലുള്ള താരതമ്യം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വേറൊരിക്കൽ പറഞ്ഞു. അപ്പൊ അള്ളാഹ് അങ്ങനെ പഠിപ്പിച്ച പ്രവാചകനോടാ നിങ്ങൾക്ക് അങ്ങേക്കൊരു വിരിപ്പ് തരട്ടെ എന്ന് ചോദിച്ചത്. മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവ് തമ്മിൽ എന്ത് ബന്ധം? ഞാനൊരു യാത്രക്കാരനാണ്, ഞാൻ കടന്നു പോവുകയാണ്. ഒരു മരത്തിന്റെ തണലിൽ ഇത്തിരി വിശ്രമിച്ച് ആ മരവും തണലും ദുനിയാവും ജീവിതവും വിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി അങ്ങനെ ഈ ദുനിയാവിനോട് അങ്ങോട്ട് യാത്രയായി. അങ്ങനെ അങ്ങ് പോയി. ഒരു റബീഉൽ അവ്വൽ 12-ന് ഒരു തിങ്കളാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ദുനിയാവിനോട് വിട പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? അത് ഒരുപാട് പറയണം, അതൊന്നും നമ്മൾ പറയാൻ വിശദമായിട്ട് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വീട്ടിൽ രോഗം വന്നപ്പോൾ ഭാര്യമാർക്കിടയിൽ ഓരോ ദിവസവും പോവാറുണ്ട് പ്രവാചകൻ. അവരോടൊക്കെ അനുവാദം ചോദിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്താണ് രോഗസമയത്ത് വിശ്രമിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ മരണത്തിൻ്റെ സമയത്ത് കടുത്ത വേദന അനുഭവിച്ചിരുന്നു, കടുത്ത തലവേദന അനുഭവിച്ചിരുന്നു, കടുത്ത ശരീരവേദന അനുഭവിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങേക്ക് സന്ദർശിക്കാൻ വന്നവർ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങേക്ക് അസഹ്യമായ വേദനയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതെ, എനിക്ക് 2 പേരുടെ വേദനയുണ്ട്, എൻ്റെ ഞരമ്പുകൾ പൊട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ അപ്പം പറഞ്ഞു, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നമുക്ക് രോഗം വന്ന് നമുക്കൊരു പ്രയാസവും വേദനയും ഉണ്ടാകുമ്പോൾ അത് നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്തു തരികയാണ് ചെയ്യുന്നതെന്ന് ആ വേദനയുടെ പ്രയാസത്തിന്റെ മരണത്തോട് അടുത്ത ഘട്ടത്തിലും തന്നെ സന്ദർശിച്ച ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. അല്ലേ, പ്രതീക്ഷയോടെ. ഈ വേദന നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവരോട് അള്ളാഹുവിൻ്റെ റസൂല് രോഗത്തിന്റെ വിഷമത്തിന്റെ സമയത്തിൽ ഈ പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. രോഗം കൊണ്ടുമ്പോൾ ക്ഷമിക്കുക, സഹിക്കുക. ഒരു അസ്വസ്ഥതയുടെ വാക്കും അള്ളാഹുവിൻ്റെ റസൂല് പ്രകടിപ്പിച്ചില്ല. ഇടക്കിടക്ക് ബോധക്കെടും. അല്ലേ, ഒരിക്കൽ ഇശാ നമസ്കാരത്തിന് ആളുകൾ പള്ളിയിൽ ഇങ്ങനെ കാത്തിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് എണീക്കാൻ പോലും വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, ആളുകൾ നമസ്കരിച്ചോ? ഇല്ല പ്രവാചകരെ, അങ്ങയെ കാത്തിരിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, എങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് എന്നെ ഒന്ന് കുളിപ്പിക്കും. അപ്പോൾ അവർ വെള്ളം എടുത്തിട്ട് കുളിപ്പിച്ചു. കുളിച്ചു കഴിഞ്ഞോടുകൂടി ബോധം നഷ്ടപ്പെട്ടു. കുറേ കഴിഞ്ഞ് ബോധം തെളിഞ്ഞു. പിന്നെയും ചോദിച്ചു, ആളുകൾ നമസ്കരിച്ചോ? ഇല്ല പ്രവാചകരെ, അങ്ങയെ കാത്തിരിക്കുകയാണ്. എങ്കിൽ എന്നെ ഒന്നുകൂടി കുളിപ്പിക്കും, കുറച്ചുകൂടി വെള്ളം എൻ്റെ ശരീരത്തിൽ ഒഴിച്ച് കുളിപ്പിക്കും. വീണ്ടും വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചു. ബോധം നഷ്ടപ്പെട്ടു. പിന്നെയും കുറെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചു, ആളുകൾ നമസ്കരിച്ചോ? ഇല്ല പ്രവാചകരെ, അങ്ങയെ കാത്തിരിക്കുക. ഇശാ നമസ്കാരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ ഇമാമ്. പ്രവാചകരെ, അങ്ങയെ കാത്തിരിക്കുകയാണ് യാ റസൂലല്ലാഹ്, എങ്കിൽ എന്നെ ഒന്നുകൂടി കുളിപ്പിക്കൂ. പക്ഷെ സാധിക്കുന്നില്ല. അവസാനം പറഞ്ഞു, അബൂബക്കറിനോട് ഇമാമായിട്ട് നിൽക്കാൻ പറയും. അല്ലേ, എന്തുമാത്രം പ്രയാസങ്ങളാണ് സഹിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രയാസം, അസ്വസ്ഥത കണ്ടപ്പോൾ വാ കർബ അബാ എന്ന് കരഞ്ഞുപോയി. എൻ്റെ പിതാവിൻ്റെ വേദനയും പ്രയാസങ്ങൾ എത്രത്തോളം. വാ കർബ അബാ. മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, മോളെ, ലാ കർബ അലാ അബീക ബഅദൽ യൗം. ഇന്നേ ദിവസത്തിന് ശേഷം നിന്റെ വാപ്പാക്ക് ഒരു വേദനയില്ല. തീരാൻ പോവാ, എല്ലാ വേദനയും തീരാൻ പോവാ. ലാ കർബലി അലാ അബീക ബഅദൽ യൗം. വലിയ പ്രയാസമുണ്ട്. അവസാനമായിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അവസാനമായിട്ട് പറയുന്ന വാക്കുകളാണ്. എന്നിട്ട് പറഞ്ഞു, മരണത്തിന് വലിയ പ്രയാസമുണ്ട്. ഇന്നലിൽ മൗതി സക്കറാത്തും, മരണത്തിന് വലിയ വേദനയും പ്രയാസവും.
സുമ്മ നസബ യദഹു, പിന്നെ കൈ ഇങ്ങനെ ഉയർത്തി. ഫജഅല യഖൂൽ ഫി റഫീഖിൽ അഅല, അത്യുന്നതരായ കൂട്ടുകാരോടൊപ്പം എന്നിങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. അത്യുന്നതരായ കൂട്ടുകാരിലേക്ക് ചേരാൻ പോവുക. പ്രവാചകന്മാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും, അതാണ് അത്യുന്നതരായ കൂട്ടുകാർ. ആ കൂട്ടുകാരിലേക്ക് ഞാൻ ചേരാൻ പോവുകയാണ്. റഫീഖിൽ അഅല എന്നിങ്ങനെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഉയർത്തി. ഹത്താ ഖുബിള വമാലത്തി യദഹു, അങ്ങനെ അങ്ങ് മരിച്ചു, കൈ ഇങ്ങനെ താഴ്ന്നു പോയി, ഇങ്ങനെ വെച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. അല, അറിയണം, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വലിയ പ്രയാസമാണ്. നമ്മളൊക്കെ കടന്നു പോകാനിരിക്കുന്ന അവസ്ഥ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ നമുക്കുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. ദുനിയാവെന്ന് പറഞ്ഞാലേ, അപ്പോൾ ഈ സന്ദർഭങ്ങളിലേക്ക് കടന്നു പോകാൻ ഓരോരുത്തരും നമുക്ക് കടന്നു പോകാനുള്ളതാണ് എന്ന് ഓർമ്മ വേണം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സാഹിദായിട്ട് ഈ ദുനിയാവിന് അതിൻ്റെ മാത്രം വില കൊടുത്ത് അത് നമ്മളെ പഠിപ്പിച്ചിട്ട് അവസാനത്തെ സമയത്തും നമുക്ക് ഉപദേശം തന്നിട്ട് പോയി. അവസാനം മരിക്കുന്നതിൻ്റെ ഇത് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പേ എന്തോ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ചെവിയിലേക്ക് ഇങ്ങനെ, കാതിങ്ങനെ വായിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുന്നതെന്നറിയോ? ഉമ്മത്തി അസ്വല അസ്വല വമാ മലക്കത്ത് ഐമാനുക്കും, നമസ്കാരം നമസ്കാരം. നിങ്ങളുടെ കീഴിലുള്ളവർ, നിങ്ങളുടെ വലം കൈ ഉടമയാക്കി വെച്ച വസ്തുക്കൾ, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ കാര്യത്തിലൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമസ്കാരം നടത്തണം, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് അവസാനത്തെ സമയത്തും പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് അള്ളാഹുവിൻ്റെ റസൂലുള്ള അവർ. മദീന തേങ്ങിയ ദിവസമാണ്, മദീന കരഞ്ഞ ദിവസമാണ്, വാവിട്ട് കരഞ്ഞു, സ്വഹാബത്ത് മുഴുവൻ കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ പ്രവാചകൻ മരിച്ചിട്ടില്ല, മരിക്കൂല. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ പോയ പോലെ കുറച്ച് ദിവസത്തേക്ക് പൊയ്ക്ക, തിരിച്ചു വരും. ആളുകൾ വിതുമ്പി തേങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് അവിടെ ഇല്ല, പുറത്താ. വിവരം കേട്ട് ഓടി വന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് കയറിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ 2 കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തൊരു സുഗന്ധമാണ് റസൂലേ, ജീവിച്ചിരുന്ന അങ്ങേക്ക് സുഗന്ധമായിരുന്നു, മരിച്ചു കിടക്കുന്ന റസൂൽ. ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ആ റസൂലിനെ നമുക്ക് കാണണം, സലാം പറയണം, കൈ പിടിക്കണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ നിന്ന് വാങ്ങിയിട്ട് കുടിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒരു സാഹിദായിട്ട് ദുനിയാവ് നമ്മളെ തോൽപ്പിക്കാതെ പരലോകത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ എത്തും. താഴെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മൾ അള്ളാഹു തആല സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിട്ടുപോയവരുണ്ട്. ഇന്നലെ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ഖാളി എം.എ. അബ്ദുൽ അസീസ് സാഹിബിൻ്റെ പിതാവ് മരണപ്പെട്ടു. നമ്മളിൽ പലരും അവിടെ പങ്കെടുത്തിരുന്നു. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അദ്ദേഹം ചെയ്ത ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, അതൊക്കെയും സ്വീകരിക്കട്ടെ, വീഴ്ചകളൊക്കെയും പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നാഥൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്തു തരണേ തമ്പുരാനെ.
പ്രവാചകന്മാരോടും സിദ്ദീഖീങ്ങളോടും ശുഹദാക്കളോടും സ്വാലിഹീങ്ങളോടും ഒപ്പം നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനെ നേരിൽ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അദ്ദേഹത്തോടൊപ്പം ഇരിക്കാനും അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി കുടിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നാഥ. രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണേ റബ്ബേ. ഗസയിലും ഫലസ്തീനിലും നാഥ വിജയത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനമാണ്, ഒരു പ്രതീക്ഷയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യനിഷേധികളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. സത്യവിശ്വാസികൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണേ നാഥ. 10,000 നിന്നിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു നാഥ. രക്തസാക്ഷികളായിട്ട് പരിഗണിക്കണേ തമ്പുരാനെ. ആയിരക്കണക്കിന് 10,000 ആളുകൾ മാരകമായ പരിക്കുകളാണ് നാഥ. നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പോരാളികളുടെ കരങ്ങൾക്ക് ശക്തി നൽകണേ തമ്പുരാനെ. സത്യവിശ്വാസികൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് തയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാന വമഅവാഹും അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.